ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ല അത്യാവശ്യം പനിയും ചുമയും ഒക്കെയുള്ള ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അമ്മ ഇവിടെ ഇല്ല കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും. നമ്മൾ രാവിലെ കാപ്പി കുടിക്കാമെന്ന് വെച്ചു. നല്ല തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. പനി പിടിച്ചിട്ട് 2-3 ദിവസമായി. രാവിലെ പഴം പുഴുങ്ങിയായിരുന്നു. അപ്പോൾ പഴം കഴിക്കാമെന്നൊക്കെ വെച്ചെടുത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, തൊണ്ടവേദന കൊണ്ട് കഴിക്കാനായില്ല. പഴമൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഏട്ടനും പനിയാണ്. അപ്പോൾ ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഏട്ടന് ഇത്തിരി ചെമ്മീൻ കൊണ്ടുവന്നായിരുന്നു, ഉണക്ക ചെമ്മീൻ. അപ്പോൾ അത് ഇച്ചിരി ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലൊക്കെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, വറുത്തരച്ച്. അതുകൊണ്ട് രാവിലെ തേങ്ങ വറുക്കലും പരിപാടികളൊക്കെയാണ്. പിന്നെ ഇച്ചിരി ഉണക്കസ്രാവുണ്ട്. BP കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉണക്കസ്രാവ് വാങ്ങിച്ചത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം മൂത്തിയിട്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ റിസ്ക്കുള്ള പണിയാണ് ഈ ചെമ്മീൻ കഴിക്കാൻ. വറുത്തരച്ചൊക്കെ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ മണം മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് സഹിക്കുക എന്ന് പറഞ്ഞത് രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ അത് സഹിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. രാവിലത്തെ പണിയൊക്കെ ഒരുക്കാണ്. നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്പൂച്ചൻ എഴുന്നേറ്റ് വന്നു. അമ്പൂച്ചനാണെങ്കിൽ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം കിന്നാരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. പിന്നെ പല്ലേക്കാൻ പോകാനെന്ന് പറഞ്ഞാൽ പല്ലേക്കാൻ പോകില്ല. പിന്നെ ഞാൻ പ്രത്യേകം പോകണം പല്ലേക്കാൻ. എല്ലാം അരിഞ്ഞു പെറുക്കിയൊക്കെ വന്നപ്പോഴാണ് കേട്ടോ പച്ചമുളക് ഇല്ലയെന്ന് മനസ്സിലായേ. പിന്നെ വേഗം പുറത്ത് കാന്താരിയിലോട്ട് പോയി കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അത്യാവശ്യം മഴ കുറച്ച് തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. കുറച്ച് മഴ ഇന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഇതിലും വലുത് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താ സംഭവം എന്നറിയില്ല. ഇന്നെന്താണെങ്കിലും മഴ കുറച്ച് ഒന്ന് മാറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം കറിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഏട്ടനും നല്ല പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ കറിയൊക്കെ വേഗം ആക്കിയിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ കറി ആക്കി, സ്രാവ് വറുത്ത്, ഇച്ചിരി മുളക് ഒഴിച്ചു കേട്ടോ. ഇച്ചിരി കഞ്ഞി കുടിക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ ഒരു രക്ഷയില്ല, കഴിക്കാൻ പറ്റുന്നില്ല. കാരണം തൊണ്ടയ്ക്ക് നല്ല വേദനയാണ്. ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. വല്ലാത്തൊരവസ്ഥ. വൈറൽ ഫീവറാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എനിക്ക് 3 ദിവസമായി പനി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് വേണം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടി ഇറങ്ങിയേ. രാവിലെ എന്താണെങ്കിലും ദൈവം സഹായിച്ച് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 99-100 കേട്ടോ ടോക്കൺ കിട്ടിയത്. ഞങ്ങളിങ്ങനെ ഒരേ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ അവിടുത്തെ ചെടികളും, അവിടെ കുറേ ചെടികളുണ്ടായിരുന്നേ. ആമ്പലൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അവരത് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കണ്ടോ 10 മണിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് രസമാണ്. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ മൊത്തം കാട് പള്ളയെ പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ പലതരത്തിലുള്ള റോസാപ്പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പേരെന്നായിരുന്നു, ഇതിൻ്റെ പേരൊന്നും എന്നോട് മറന്നുപോയി കേട്ടോ. അങ്ങനത്തെ പേരറിയാത്ത 2-3 ചെടികളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചെടികളും പൂക്കളും കായ്കളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. കൗണ്ട് ഇപ്പം കുറവാണ്. അപ്പോൾ അതിന് നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചോളം പറഞ്ഞു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.